നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി നടനുമായ സുരേഷ് ഗോപിക്ക് ഇനി ക്യാമറയ്ക്ക് മുന്നിലെത്താം. താരത്തിന് സിനിമാ അഭിനയം തുടരുന്നതിന് കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക അനുമതി ഉടനുണ്ടാകുമെന്നാണ് വിവരം. 8 ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത്. സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തി തുടങ്ങി. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിൽ താടി വളർത്തിയിരുന്നുവെങ്കിലും അനുമതി വൈകിയ സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ മാസം അദ്ദേഹം താടി ഉപേക്ഷിച്ചത്. ഇപ്പോൾ സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി താടി വളർത്തുകയാണ്. സുരേഷ് ഗോപിയുടെ സിനിമയുടെ ഷൂട്ടിംഗ് 29-ന് തുടങ്ങുമെന്നാണ് വിവരം. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് ഒറ്റക്കൊമ്പൻ. സിനിമയുടെ ചിത്രീകരണം സെപ്റ്റംബറിൽ ആരംഭിക്കുമെന്നായിരുന്നു താരം നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അഭിനയിക്കാൻ അനുവാദം ലഭിക്കാത്തതിനെ തുടർന്ന് സിനിമ ഇതുവരെ തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. ജനുവരി 5 വരെയാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പരമാവധി ഭാഗം ചിത്രീകരിക്കും. സുരേഷ് ഗോപിയുടെ 250ാമത്തെ ചിത്രമായാണ് ഒറ്റക്കൊമ്പൻ ഒരുങ്ങുന്നത്. മാത്യു തോമസ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ഒറ്റക്കൊമ്പൻ. 2020-ൽ പ്രഖ്യാപിച്ച ചിത്രം പിന്നീട് മുടങ്ങിപ്പോവുകയായിരുന്നു. ഷാജി കൈലാസിന്റെ പൃഥ്വിരാജ് ചിത്രമായ കടുവയുമായി സാമ്യമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ചിത്രം നിയമകുരുക്കിലാകപ്പെട്ടു. പാല, കൊച്ചി, മംഗളൂരു, മലേഷ്യ എന്നീ ലൊക്കേഷനുകളിലായിരിക്കും ചിത്രീകരണം. 25 കോടിയാണ് ചിത്രത്തിന്റെ ബജറ്റ്. ബിജു മേനോൻ, മുകേഷ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ, ജോണി ആന്റണി, സുധി കോപ്പ എന്നിവരും ചിത്രത്തിലുണ്ടാകും. നായികയും വില്ലനും ബോളിവുഡിൽ നിന്നായിരിക്കും. സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം എന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്നത്. ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്.